പുതിയാലുള്ള വാലേക്കട എന്ന് പറഞ്ഞ കടയിലോട്ട് എൻ്റെ സ്വർണ്ണക്കടയിലോട്ട് കുഞ്ഞാവയ്ക്കുള്ള സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു നമ്മൾ മിക്കപ്പോഴും ഇവിടെ വന്ന സ്വർണ്ണം എടുക്കുന്നത് കേട്ടോ അങ്ങനെ വന്നത് കേട്ടോ. അങ്ങനെ വാവയ്ക്കുള്ളൊരു കമ്മലും വാങ്ങി, പിന്നെ എനിക്കൊരു മൂക്കുത്തിയും വാങ്ങി കേട്ടോ. എൻ്റെ മൂക്കുത്തി, എൻ്റെ മൂക്കിൽ കിടന്ന മൂക്കുത്തി ഒടിഞ്ഞു പോയതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ പട്ടിക്കുഞ്ഞ് ചെറുതായിട്ടൊന്നും കൈ വെച്ചൊന്ന് അടിച്ചതാണ് മുഖത്ത്. അടിച്ചപ്പോഴത്തെ ആ മൂക്കുത്തി ചെറുതായിട്ടൊന്ന് ഡാമേജ് പറ്റി. അങ്ങനെ നമ്മളത് കൊടുത്തിട്ട് കുറച്ച് പൈസ കൂടി ഇട്ടിട്ട് ഒരു മൂക്കുത്തി വാങ്ങി കേട്ടോ. ഇനി ഞാൻ വേറൊരു പാഷൻ മൂക്കുത്തി എടുക്കാൻ വേണ്ടി ചെന്നേ, അപ്പോൾ അതവിടെ കിട്ടിയില്ല. അതിന് പകരം പിന്നെ ഇതെടുത്ത്, ഇതെനിക്ക് നല്ലോണം ഇണങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെടുത്ത് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വാവയ്ക്കുള്ളൊരു കമ്മലും വാങ്ങി കേട്ടോ. അങ്ങനെ വാവയെന്ന് പറയുമ്പോൾ ഞാൻ മിക്കപ്പോഴും വീഡിയോയ്ക്കകത്തൊക്കെ കാണിക്കുന്നത് കിയ എന്ന വാവയുടെ പേര്. അപ്പം വാവയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കമ്മൽ മേടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുറേ നാളായി അങ്ങോട്ട് ഇപ്പോൾ ചെന്നിട്ടും വാവനെ കാണാൻ. പിന്നെ ആ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു പേസ് കിട്ടിയായിരുന്നു, ബോയ്സിൻ്റെ ഒരു പേസും കിട്ടി. പിന്നെ ഒരു കവർ ഒരു സംഭവം, അത് നല്ല രസം തുണിയുടെ, അതും കിട്ടി. പിന്നെ ഞങ്ങൾ റെഡി ആയി പിന്നെ വല്യേച്ചൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ട്. അപ്പം വല്യേച്ചൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ആരെയും വിളിച്ചതൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവർ സർപ്പൻസായിട്ട് ഞങ്ങൾ ചെന്ന് കേട്ടോ, വാവയ്ക്ക് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട്. അങ്ങനെ ചെന്നപ്പം വാവ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാൽ വല്യച്ഛനും വല്യമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ചെന്ന് വാവ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ഞങ്ങളെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ആദ്യമേ ഒന്നും ഇണങ്ങിയില്ല, പിന്നെ ഇണങ്ങി ആൾ കേട്ടോ. പിന്നെ വാവയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്ത്, മുട്ടായി കൊടുത്തപ്പോൾ ആദ്യമേ മേടിച്ച് പിന്നെ എടുത്ത് എറിഞ്ഞു കേട്ടോ. പിന്നെ അവരുടെ പങ്ക് പായസവും സദ്യയൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് അവൾ ഉറങ്ങി കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും അനിയത്തിയും ഉണ്ട്, ഞങ്ങൾ 4 പേരും കൂടി ഇറങ്ങാൻ റെഡിയായി. അപ്പോഴത്തേക്ക് അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവളെ കിടത്തി ഇങ്ങ് ഉറക്കി. പിന്നെ പോകുന്നത് അവനെ കണ്ടില്ല, അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് അത് കാണിക്കാൻ പറ്റാഞ്ഞ് കേട്ടോ. അടുത്തൊരു വീട്ടിൽ കാണാതെ ബൈ.